ഗുഡ് മോർണിംഗ് ടു ഓൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എടുക്കാനുള്ള ടോപ്പിക്ക് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, പ്രോബ്ലം ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഇതുവരെ എടുത്തത് തിയറി ടോപ്പിക്കായിരുന്നു. ഓക്കെ, നമ്മൾ പ്രോബ്ലം ടോപ്പിക്ക് എടുക്കുമ്പം ഓൺലൈനിലായിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ മാക്സിമം സഹകരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അന്നുള്ള നോട്ട്സും അന്നുള്ള പ്രോബ്ലംസൊക്കെ അന്നു തന്നെ എഴുതി പഠിക്കുക. ഡൗട്ടുള്ളത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മുടെ ടോപ്പിക്ക്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആൻഡ് സോൾഡ്. It is a detailed statement showing total cost and profit or loss for the period. It is a statement prepared to show the various elements and divisions of cost. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എൻറ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റ് ഷീറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, ഏതൊക്കെ കോസ്റ്റാണ് വരുന്ന ആ കോസ്റ്റൊക്കെ നമ്മൾ എൻറ്റർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് വെച്ച് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിൽ സാധാരണയായിട്ട് ടോട്ടൽ കോസ്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ it is a statement prepared to show the various elements and divisions of cost. നമുക്കറിയാം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. there are 3 elements of cost: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ദെൻ എല്ലാത്തിനും നമ്മൾ ഓരോ എലമെൻറ്റ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പം ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് വൈസായിട്ട് നമ്മൾ കോസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കോസ്റ്റിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എൻറ്റർ ചെയ്ത് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അത് നമ്മൾ എലമെൻറ്റ്സ് വൈസ് ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നമുക്ക് ടോട്ടൽ കോസ്റ്റും പെർ യൂണിറ്റ് കോസ്റ്റും ഒക്കെ ആയിരിക്കും അതിനകത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്കിനി പഠിക്കാനുള്ള അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഷീറ്റാണ്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഷോസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇതിനകത്ത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ടോട്ടൽ കോസ്റ്റ് അതുപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റാണ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ എല്ലാം കൂടെയുള്ള കോസ്റ്റ് ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ. മാനേജ്മെൻറ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റാണ്. കാരണം കോസ്റ്റ് ഷീറ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടാവും, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ സാധിക്കും. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ മാനേജ്മെൻറ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കോസ്റ്റ് ഷീറ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. വേറൊരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുമായിട്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ കോസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് എനേബിൾസ് ദ മാനേജ്മെൻറ്റ് ടു എക്സസൈസ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ഓവർ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ പറയുന്നത് കൺട്രോൾ ഓവർ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഷീറ്റിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആയിരിക്കും, കോസ്റ്റ് വൈസ് ആയിട്ടായിരിക്കും കോസ്റ്റ് എൻറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ ഓരോ പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രത്തോളമാണ്, ആ കോസ്റ്റ് കൂടുതലാണോ കുറവാണോ, കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തൊക്കെയാണ്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സൊക്കെ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് കോസ്റ്റ് ഷീറ്റാണ്.
Then fifth one, it also shows information relating to profit and sales. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളമാണ്, അതിൻ്റെ സെയിൽസ് എത്രത്തോളമാണ്, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് ഷീറ്റ് വഴിയായിട്ടാണ്. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻസ് ഓഫ് ടെൻഡർ പ്രൈസ്. ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് പ്രൈസാണ്. എസ്റ്റിമേറ്റഡ് പ്രൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഷീറ്റിൽ ഫസ്റ്റ് വൺ, കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റും ടോട്ടൽ കോസ്റ്റും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. രണ്ടാമത് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് എ മാനേജ്മെൻറ്റ് ഇൻ ദ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ. മാനേജ്മെൻറ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. മൂന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. Then next one, it enables the management to exercise an effective control over various elements of cost and cost of production. various elements of cost എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. The next one, it also shows information relating to profit and sales. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ്, സെയിൽസ് എത്രത്തോളമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. Then it facilitates preparations of tender price. ടെൻഡർ പ്രൈസ് ഓർ എസ്റ്റിമേറ്റഡ് പ്രൈസ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലമാണ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റ്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇത്രയാണ്. ഒരു ഫോർമാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 3 കോളംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ് കോളം, സെക്കൻഡ് കോളം ടോട്ടൽ കോസ്റ്റ് കോളം, തേർഡ് കോളം കോസ്റ്റ് പെർ യൂണിറ്റ് കോളം. ഇങ്ങനെ 3 കോളമാണുള്ളത്. അപ്പോൾ അത് നമ്മൾ എലമെൻറ്റ്സ് വൈസിലായിട്ടായിരിക്കും കോസ്റ്റ് ഷീറ്റിൽ ഇൻഫോർമേഷൻസ് ഓരോന്ന് എഴുതുന്നത്. ഇത് ഫോർമാറ്റാണ്. ഇതുപോലെ തന്നെ എഴുതാവുള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിന് ശേഷം ഡയറക്റ്റ് ലേബർ എൻ്റർ ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് എൻ്റർ ചെയ്യുന്നു. ദെൻ ഈ 3 കൂടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈം കോസ്റ്റാണ്. ദെൻ ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പം ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റിൻ്റെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പം സെയിൽസ് ഓർ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇത്രയാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ വൃത്തിക്ക് നോട്ട്ബുക്കിലേക്ക് എൻ്റർ ചെയ്യുക, അല്ല വൃത്തിക്ക് വരച്ച് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസത്തേക്ക് നന്നായിട്ട് പഠിക്കുക. കാരണം ഇന്ന് മുതൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് സിമ്പിളാണ്. ഈ ഫോർമാറ്റ് സിമ്പിളാണ്. പ്രോബ്ലം ചെയ്യാനും എളുപ്പമാണ്. അപ്പം നിങ്ങൾ ആദ്യം മുതലേ ഇത് ഞാൻ ക്ലാസ്സിൽ പറയുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും കോസ്റ്റ് ഷീറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഫോർമാറ്റ് നല്ല വൃത്തിക്ക് ഇന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് എൻ്റർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ നമുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.